വേനൽ കടുത്തതോടെ സംസ്ഥാനത്തെ ഡാമുകളിലെ ജലനിരപ്പ് ഗണ്യമായി കുറയുന്നുണ്ട്. ഇന്ന് രേഖപ്പെടുത്തിയ സംഭരണ ശതമാനവും കഴിഞ്ഞ വർഷം ഇതേ സമയം രേഖപ്പെടുത്തിയ കണക്കും കൂടി നമുക്കൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം. അപ്പോൾ അറിയാം എത്രത്തോളം വലിയ വ്യത്യാസമാണ് മുൻകാലങ്ങളിൽ നിന്നും ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത്. ആദ്യം തന്നെ ഇടുക്കി ഡാമാണ്. ഇടുക്കി ഡാമിൽ നമുക്കറിയാം ജലനിരപ്പ് വലിയ രീതിയിൽ തന്നെ കുറയുന്നുണ്ട്. ഇപ്പോൾ രേഖപ്പെടുത്തിയ സംഭരണ ശതമാനം എന്ന് പറയുന്നത് ഇതാണ്. ആകെയുള്ളതിന്റെ 33.49% മാത്രമാണ് ഇടുക്കി ഡാമിൽ ഇപ്പോൾ ഈ സംഭരണ ശതമാനം എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം 2025 ഏപ്രിൽ 24 അത് 41.20% ഇത്രയും വലിയൊരു വ്യത്യാസമുണ്ട്. അതാണ് ഇടുക്കി ഡാമിലെ സ്ഥിതി. ഇനി അടുത്ത ഡാം അത് കക്കി ഡാമാണ്. പത്തനംതിട്ടയിലെ കക്കി ഡാം എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ സംഭരണ ശതമാനം അത് 30.34%. ഇനി കഴിഞ്ഞ വർഷം ഇതേ സമയം രേഖപ്പെടുത്തിയ ഏപ്രിൽ 24 2025 രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്. 44.21% കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയത്. ഇനി അടുത്ത ഡാം അത് പൊന്മുടി ഡാമാണ്. ഇടുക്കിയിലെ പൊന്മുടി ഡാം നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള വ്യത്യാസമുണ്ട്. ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭരണ ശതമാനം അത് 26.10%. കഴിഞ്ഞ വർഷം ഇതേ സമയമുള്ളത് 68.28%. അത്രത്തോളം വലിയ വ്യത്യാസമുണ്ട് പൊന്മുടി ഡാമിന്റെ കാര്യം പറയുമ്പോൾ. ഇനി ഇടമലയാർ ഡാം, ഇടമലയാറിലെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭരണ ശതമാനം അത് 29.95%. ഇനി കഴിഞ്ഞ വർഷം ഏപ്രിൽ 24 34.52% രേഖപ്പെടുത്തിയത്. ഇനി അടുത്തതുള്ളത് കോഴിക്കോടുള്ള കുറ്റ്യാടി ഡാമാണ്. കുറ്റ്യാടി ഡാമിലെ ഇപ്പോഴത്തെ സംഭരണ ശതമാനം അത് ഇന്ന് രേഖപ്പെടുത്തിയത് ആകെയുള്ളതിന് 35.61% വെള്ളമാണ് കുറ്റ്യാടി ഡാമിലുള്ളത്. കഴിഞ്ഞ വർഷമാണെങ്കിൽ അത് 48.20%. ഇത്രയും വലിയ വ്യത്യാസമുണ്ട്. ഏറ്റവും അവസാനം അത് വയനാട്ടിലെ ബാണാസുര സാഗർ ഡാമാണ്. ഇപ്പോൾ ഈ സമയം രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭരണ ശതമാനം അത് 22.21%. കഴിഞ്ഞ വർഷം ഇതേ സമയം എത്രയാണെന്ന് നോക്കിയാൽ 25.32% ബാണാസുര സാഗർ ഡാമിൽ കഴിഞ്ഞ വർഷം 2025 ഏപ്രിൽ 24 രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ കണക്കുകൾ തന്നെ നോക്കുമ്പോൾ അറിയാം വലിയ രീതിയിലുള്ള വ്യത്യാസമുണ്ട്. അതുകൊണ്ട് വൈദ്യുതി ഉൽപ്പാദനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാകും. കൃത്യമായിട്ട് ഒരു സമയം കഴിയുമ്പോൾ മഴ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രതിസന്ധി കൂടുക തന്നെ ചെയ്യും.